ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രകടമായി കാണുന്നൊരു പ്രചാരവേലയുണ്ട്. വലിയ PR വർക്കിൻ്റെ ഭാഗമായുള്ള വലിയ പ്രചാരവേല എല്ലാ പാർട്ടികളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. സത്യം പറഞ്ഞാൽ ആ പ്രചാരവേല ഈ ചേമ്പിലേയും വെള്ളവും പോലെയാണ് കിടക്കുന്നത് പല മണ്ഡലങ്ങളിലും. എന്ന് പറഞ്ഞാൽ ഈ ഏജൻസികളെ വെച്ച് വലിയ വലിയ കൂട്ടൻ കട്ടൗട്ടറുകൾ മറ്റു പലതുമൊക്കെ ഓരോരോ പാർട്ടികളും സ്ഥാനാർത്ഥികളും ചെയ്യുന്നു. ജനങ്ങളെല്ലാം ഇത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. അവരൊരു ദിവസം രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ മുന്നിൽ മുട്ടനൊരു ബോർഡും സംഗതി എല്ലാം കൂടി ഇരിക്കുന്നു. പണ്ട് ഈ ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ മിക്സ് ആവത്തില്ലല്ലോ, തെന്നി അങ്ങ് പോകുന്നത് പോലെ. അതുപോലെയാണ് ഈ പ്രചാരവേല ബാഹ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വാട്സപ്പുകളിലൂടെ ചില പ്രചാരവേല വളരെ തന്ത്രപരമായി അഴിച്ചുവിടുന്നുണ്ട്. അതിന് പല മാർഗങ്ങളും മാധ്യമങ്ങളും ഉപയോഗിക്കുന്നുമുണ്ട്. പൊതുസമൂഹം കാണണം, പൊതുസമൂഹം ഇതറിയണം. അതിനുവേണ്ടി പടച്ചുവിടുന്ന ഒരു വാട്സപ്പ് കുറിപ്പ് എനിക്കൊരു മാധ്യമപ്രവർത്തകനായ സുഹൃത്ത് കഴിഞ്ഞ ദിവസം അയച്ചു തന്നു. ആ വാട്സപ്പ് കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാനതൊന്നും പറയണ്ട എന്ന് വിചാരിച്ച് ഒഴിവാക്കിയിരുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു 1-2 സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ അത് ചെന്നു, അവരൊക്കെ അത് വായിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇത് എല്ലാ ഗ്രൂപ്പുകളിലേക്കും വിക്ഷേപിക്കണം എന്ന് ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ തന്ത്രപരമായി മുസ്ലിം ലീഗിന് ആധിപത്യം ഉണ്ടാക്കുവാൻ വേണ്ടി ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവരുടെ ആളുകളെ മത്സരിപ്പിച്ചു. ആ മണ്ഡലത്തിൽ ആധിപത്യം സ്ഥാപിച്ചു ഭാവിയിൽ ആ മണ്ഡലം പൂർണ്ണമായും തങ്ങൾമാരുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഉദാഹരണം പറയാം. ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലമായ ആലുവയിൽ MO ജോണിന് ശേഷം മുഹമ്മദ് അലിയെ കോൺഗ്രസ് കൊണ്ടുവന്നു. പിന്നീട് 7 പ്രാവശ്യമാണ് ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ അയാൾ മത്സരിച്ചത്. അതിൽ 5 പ്രാവശ്യവും ജയിച്ചു. ശേഷം വന്നത് അൻവർ സാദത്ത്. അയാൾ കഴിഞ്ഞ 3 പ്രാവശ്യവും മത്സരിച്ചു, ജയിച്ചു. ഇപ്പോൾ 4ാം പ്രാവശ്യവും അയാൾ മത്സരിക്കുന്നു. അതുപോലെ മറ്റൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമാണ് കളമശ്ശേരി. ആ മണ്ഡലം പാർട്ടിയായ മുസ്ലിം ലീഗിന് കൊടുത്തു. പിന്നീട് അവിടെ ലീഗിൻ്റെ ആധിപത്യമായി. ഇപ്പോൾ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇത്തരം ഒളിപ്പിച്ചു വെച്ച അജണ്ട മനസ്സിലാക്കാത്ത കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടി ഇറങ്ങുന്ന മണ്ടന്മാരായ അടിമ ക്രിസ്ത്യാനികളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളത്: നിങ്ങളായിട്ട് നിങ്ങളുടെ കുഴി തോണ്ട് കാണും. കഴിഞ്ഞ ദിവസം പുനലൂരിലെ ബോധമുള്ള UDF പ്രവർത്തകൻ ഓർക്കുന്നുണ്ടോ? അണ്ണാ, ഇവിടെ ലീഗ് മത്സരിച്ചാൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാകില്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത് ലീഗാണ്. കോൺഗ്രസ്സിലുള്ളവർ ലീഗിൻ്റെ അടിമകളും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജയിച്ചു കയറാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ കോതമംഗലവും മൂവാറ്റുപുഴയും പെരുമ്പാവൂരും മുസ്ലിം സ്ഥാനാർത്ഥികളാവും. സഭ ഉറക്കം തൂങ്ങിയാൽ, സഭയ്ക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടാൽ അനുഭവിക്കുന്നത് പള്ളികളിൽ നേർച്ചയിടുന്ന വിശ്വാസികളായിരിക്കും. കേരള കോൺഗ്രസ് ജോസഫിനെ ഒതുക്കി ക്രൈസ്തവർ എവിടെയൊക്കെ ഒരുമിക്കുന്നുമോ അവിടെയെല്ലാം തുരങ്കം വെച്ചുകൊണ്ട് ലീഗ് സർവാധിപത്യം തുടരുകയാണ്. ഹിന്ദുക്കളെ സംഘപരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തി വോട്ട് വേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവരെ കോൺഗ്രസ് അടിമത്വത്തിലൂടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത അടിമകളായ നമ്മുടെ ആൾക്കാർ അതപ്പതിച്ച് കോൺഗ്രസ്സിന് കുത്താൻ പോകുന്നു. വോട്ട് കുത്താൻ ബൂത്തിലേക്ക് പോകുമ്പോൾ ഓർക്കുക, UDF ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാകണമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്. ഇത് ടീം കാസ എന്ന പേരിൽ ഒരു കുറിപ്പാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ടീം കാസ തന്നെ എഴുതിയതാണോ എന്നെനിക്കറിയില്ല. ഇതിപ്പോൾ ക്രൈസ്തവരുടെ ചെലവിൽ സംഘപരിവാറുകാരാണോ എഴുതിയെന്നറിയില്ല. ഇനി ക്രൈസ്തവരുടെ ചെലവിൽ സഖാക്കളാണോ എഴുതിയെന്നും അറിയില്ല. കാരണം ഇപ്പം 3 പേരുടെയും ഫോക്കസ് ഇതാണ്. എന്ന് വെച്ചാൽ UDF സർക്കാർ വന്നാൽ ലീഗാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. അതിന് ഉദാഹരണങ്ങളായിട്ടാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനൊരു നല്ല ചരിത്രം പറയാനുണ്ട്. അതിനു മുമ്പ് ആദ്യം ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാം. അതിലൊന്നാമത്തെ കാര്യം, എഴുതുന്നത് വിദ്വേഷമാണെങ്കിലും ഒരല്പം പഠനമൊക്കെ നടത്തി വേണം അങ്ങനെ കുറിപ്പെഴുതാൻ. എന്താ കാര്യം എന്നറിയോ? ആലുവയിൽ MO ജോൺ എന്ന് പറയുന്ന ഒരാൾ MLA ആയിട്ടേയില്ല. ആലുവ മണ്ഡലം ഉണ്ടായ കാലം മുതൽ അവിടെ മത്സരിച്ചിട്ടുള്ളത് മുസ്ലിമായ ആളാണ്. അവിടെ നമ്മുടെ MMSN സാറിൻ്റെ അമ്മായിയപ്പൻ മത്സരിച്ചിട്ടുണ്ട്, TH മുസ്തഫ മത്സരിച്ചിട്ടുണ്ട്, പിന്നെ മുഹമ്മദ് അലി മത്സരിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് അൻവർ സാദത്ത് മത്സരിക്കാൻ തുടങ്ങിയത്. MO ജോൺ കളമശ്ശേരിയിലെ നഗരസഭാ ചെയർമാനായിരുന്നു. MO ജോൺ പിന്നെ മത്സരിച്ചത് എവിടെയാണെന്നറിയോ? എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അന്ന് അദ്ദേഹം മത്സരിച്ചപ്പോൾ സാക്ഷാൽ K കരുണാകരൻ എഡ്വേർഡ് എടേഴത്ത് എന്ന് പറയുന്ന ഒരു വിമതനെ നിർത്തി. അതുകൂടാതെ സെബാസ്റ്റ്യൻ പോളിനെ നിർത്തി. സെബാസ്റ്റ്യൻ പോള് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ മത്സരിച്ചതും തോൽപ്പിച്ചതും ലീഗുകാരോ ഒന്നുമല്ല. അവിടെ MO ജോൺ തോറ്റെങ്കിൽ ഈ പറയുന്ന വോട്ടുകൾ ഛിന്നഭിന്നമായി പോയതുകൊണ്ടാണ് തോറ്റത്. അല്ലാതെ MO ജോൺ കളമശ്ശേരിയിലെ സ്ഥാനാർത്ഥിയെ ആയിരുന്നിട്ടില്ല.
പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ കളമശ്ശേരി മുസ്ലിം ലീഗ് മത്സരിക്കാൻ പോകുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കളമശ്ശേരി ക്രിസ്ത്യൻ ഭൂരിപക്ഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് കാലം മുതലേ മട്ടാഞ്ചേരി എറണാകുളം ജില്ലയിൽ ലീഗ് മത്സരിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ സക്കറിയാസായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ആരാ മത്സരിച്ചതെന്ന് അറിയത്തില്ല. പിന്നെ കളമശ്ശേരിയിൽ വന്നപ്പോൾ VK ഇബ്രാഹിം കുഞ്ഞായിരുന്നു മന്ത്രിയും MLA യും ഒക്കെ ആയത്. അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനും ഇസ്ലാം മത വിശ്വാസിയുമായിരുന്നെങ്കിലും അതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവ സമൂഹത്തോട് ചേർന്ന് നിന്നൊരാളാണ്. എനിക്ക് തന്നെ ബോധ്യമുള്ള, ഞാൻ അവിടെ ആകസ്മികമായി എത്തിപ്പെട്ടപ്പോൾ ഒരു ചർച്ച് പണിയാൻ വന്നവർക്ക് ഒരു തുക അദ്ദേഹം വാഗ്ദാനം ചെയ്തത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. 25 lakhs ആണ് അദ്ദേഹം അവർക്ക് പള്ളി പണിയാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. എവിടെയുള്ള പള്ളിയാണെന്നൊന്നും അറിയത്തില്ല. ഞാനൊരു ഔദ്യോഗിക കാര്യത്തിന് വളരെ ഔചാരിതമായി അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ ചെന്നതാണ്. അങ്ങനെ പോയ ഒരാളാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുന്നത്. അപ്പോൾ മറുവശത്ത് മത്സരിക്കുന്നതും വ്യവസായ മന്ത്രി രാജീവാണ്, ക്രിസ്ത്യാനിയല്ല. അദ്ദേഹത്തിൻ്റെ അതിനകത്ത് അദ്ദേഹം മത്സരിക്കുന്നത് CPM-കാരനായിട്ടാണ്. പക്ഷേ ഇവിടെ ലീഗിനെയാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. പിന്നെ മൂന്നാമതായി പരാമർശിക്കുന്നത് ഷിയാസ് കൊച്ചി പിടിച്ചെടുത്തതാണ്. ഷിയാസ് DCC പ്രസിഡൻ്റായി വന്നത് മുതൽ ഈ തട്ടം വിവാദങ്ങളിൽ പോലും അദ്ദേഹം ഈ പറയുന്ന മുസ്ലിം മതന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങളോടൊപ്പം നിന്നില്ല എന്ന് പറഞ്ഞ് അവരിൽ ഒരുപാട് പേർക്ക് പരാതിയുള്ള ഒരാളാണ് DCC പ്രസിഡൻറ്റ് ഷിയാസ്. അയാളൊരു കരുത്തുറ്റ സംഘാടകനായിരുന്നു. അയാൾക്ക് അവിടെ സീറ്റ് വാങ്ങിച്ചു കൊടുത്തത് മുസ്ലിം ലീഗല്ല. അത് ഈ കുറിപ്പെഴുതിയവർക്ക് അറിയാമല്ലോ, മുസ്ലിം ലീഗല്ല എന്ന് മാത്രവുമല്ല, ഇവിടെ ഇതുപോലെ മത്സരിക്കുന്നത് പോലെ മുസ്ലിം ലീഗുകാരൻ 1% മാത്രം ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമുണ്ടല്ലോ, തവന്നൂർ. അവിടെ VS ജോയി എന്ന് പറയുന്ന ഒരു DCC പ്രസിഡൻറ്റിനെ മുസ്ലിം ലീഗുകാർ തറയിൽ വെക്കാതെ കൊണ്ടു നടന്ന് വോട്ടുപിടിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. അവരാരും ഒരു തർക്കവിതർക്കങ്ങളും പറയുന്നതേയില്ല. യഥാർത്ഥത്തിൽ ഇലക്ഷൻ മതസംഘടനകൾ തമ്മിലല്ലല്ലോ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലല്ലേ. ആ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രദേശത്തിന് ജയിക്കാൻ കഴിയുന്ന നേതാവായ ഒരാളിനെയല്ലേ നോക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ ഇലക്ഷൻ തീരുമാനവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും മുസ്ലിം സമുദായം ഒരു സ്ഥാനാർത്ഥിയെ നിർബന്ധിച്ചു, അയാൾക്ക് കൊടുക്കണമെന്ന് ഇന്ന സംഘടന പറഞ്ഞു, ഒന്നെങ്കിൽ സമസ്ത പറഞ്ഞു, അല്ലെങ്കിൽ AP പറഞ്ഞു, അല്ലെങ്കിൽ മുജാഹിദ് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു എന്ന് പറയുന്ന ബോധ്യമുള്ള ഒരു സംഗതി കേട്ടിട്ടുണ്ടോ? എന്നാൽ മറുവശത്ത് പല സഭകളും പറഞ്ഞതിനെ കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് എല്ലാവരെയും കേൾക്കുന്നതാണ്. അവർ കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്, ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്, ഇനിയും അത് അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ അതിനെ ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കേരളം പോലൊരു ഒരു സംസ്ഥാനത്ത് 12-15% ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണോ ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയുമൊക്കെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി 1-2 ടേമൊക്കെ ഇരുന്നത്? അവിടെ ഇവർ പറയുന്ന സാമുദായികത്തിൻ്റെ തലയെണ്ണിയാൽ അവർക്ക് മുഖ്യമന്ത്രിയായിരിക്കാൻ പറ്റുമോ? അവരെ ജാതി നോക്കിയാണോ കേരളം അടയാളപ്പെടുത്തിയത്? അല്ല, അവർ കോൺഗ്രസിൻ്റെ നേതാക്കളാണ്, അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ മുഖ്യമന്ത്രിയായി. അതിന് ജാതിയും മതവും പറയുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഈ കണക്കുകളൊക്കെ പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഈ കേരളത്തിലെ വോട്ടർമാരുടെ ഇപ്പോഴത്തെ കണക്ക്. കാസർഗോഡ് ഹിന്ദു വോട്ട് 5,81,000, മുസ്ലിം വോട്ട് 4,27,000, ക്രിസ്ത്യൻ 87,000. ബാക്കി ഇതേ നിങ്ങൾ വായിച്ചോളൂ. ഓരോ ജില്ല: കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ആകെ ഹിന്ദു വോട്ട് എന്ന് പറയുന്നത് ഈഴവ 23%, മറ്റ് ഹിന്ദുക്കളെല്ലാം കൂടി 8%, നായർ മറ്റ് മുന്നോക്ക വോട്ടുകൾ 14.81, ST/SC ആദിവാസികൾ 10%, മുസ്ലിം വോട്ട് 27.61, ക്രിസ്ത്യൻ വോട്ട് 16.47%. അപ്പോൾ യഥാർത്ഥത്തിൽ ഈഴവ മുസ്ലിം പോപ്പുലേഷൻ എടുത്താൽ ഈ കണക്ക് പ്രകാരം 50% വോട്ട് ബാങ്കായി, വോട്ടായി. അപ്പം 140 MLA-മാരിൽ 70 പേർ ഈഴവ മുസ്ലിം വിഭാഗത്തിൽ നിന്നുണ്ടാവുന്നുണ്ടോ കേരള നിയമസഭയിൽ? മന്ത്രിമാർ 21-22 ഉണ്ടെങ്കിൽ 12-11 പേർ അങ്ങനെ ആയിത്തീരുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിന് 16 ഉള്ളതുകൊണ്ട് അവർക്ക് മന്ത്രിമാരുടെ പ്രാതിനിധ്യവും 16%ആണോ? അല്ലെങ്കിൽ MLA-മാരുടേതും അങ്ങനെയാണോ? അങ്ങനെയൊന്നും ഒരു ഇലക്ഷൻ പ്രക്രിയയെ വർഗീയമായി ചിത്രീകരിച്ച് ആ രൂപത്തിലേക്കാക്കി മാറ്റരുത്. ഇനി വളരെ വിചിത്രമായ
ഒരു കണക്ക് കൂടി പറയാം. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കോട്ടയം അവിടെ 36 സീറ്റുണ്ട്. ആ 36 സീറ്റിൽ LDFന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ല. അതുപോലെ കോൺഗ്രസിൻ്റെ പട്ടികയിലും ഉണ്ട്. ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥികൾ പോലും ഇല്ലാത്ത 4 or 5 ജില്ലകളുണ്ട്. അതൊന്നും ജാതി വെച്ച് കണക്ക് പറയേണ്ടതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ജാതീയമായ സംഗതികളിലേക്ക് ഒരു സമൂഹം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊക്കെയുള്ള ക്രൈസ്തവ സമൂഹം, അല്ലെങ്കിൽ വളരെ ബൗദ്ധികമായി ഉയർന്നു നിൽക്കുന്ന കേരളത്തിലെ വോട്ടർമാർ പോകരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയ വോട്ടാണ്, നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കുള്ള വോട്ടാണ്, നിങ്ങളുടെ അനുഭവങ്ങൾക്കുള്ള വോട്ടാണ്, നിങ്ങൾക്ക് ഭരണത്തിൽ ആര് വരണം എന്നുള്ളതിന് ബോധ്യപ്പെടുത്തുന്ന വോട്ടാണ്. അല്ലാതെ ഇത്തരം വിഷം പുരട്ടിയ വ്യാജ കള്ളവാർത്തകളിൽ നിങ്ങൾ വിശ്വസിക്കരുത്.